ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 3-ാം അധ്യായത്തിൽ ശമൂവേൽ ബാലൻ ശുശ്രൂഷിച്ച കാലഘട്ടത്തിൻ്റെ വൈഷമ്യങ്ങളെക്കുറിച്ച് നാം ഓർക്കുകയുണ്ടായി. എന്നാൽ അതിൻ്റെ മധ്യത്തിലും ദൈവത്തെ സേവിക്കുവാൻ ദൈവം തൻ്റെ മകനെ ബലപ്പെടുത്തി. ഏത് കാലഘട്ടത്തിലും മനുഷ്യർ എന്തെല്ലാം തെറ്റായ കാര്യങ്ങൾ ക്രമീകരിച്ചാലും ദൈവം അവിടുത്തെ പദ്ധതികൾ അഭംഗുരം തുടരും എന്നുള്ളത് നാം ഓർത്തു നിർത്തിയ വിഷയമാണ്. അങ്ങ് ശ്രദ്ധിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. ശമൂവേലിൻ്റെ പുസ്തകത്തെ അധികരിച്ചുള്ള 35-ാമത്തെ എപ്പിസോഡിലേക്ക് അങ്ങയ്ക്ക് ഹാർദമായ സ്വാഗതം. തുടർന്ന് 3-ാം അധ്യായം ശമൂവേൽ 1-ാം പുസ്തകത്തിൽ നിന്ന് ശമൂവേൽ ബാലനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള 10 വിഷയങ്ങളെങ്കിലും നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നുണ്ട്. ഞാൻ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളെ അതിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. 1-ാം വാക്യം 3-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രയോഗത്തോടു കൂടെ നമുക്ക് തുടങ്ങാം. അവിടെ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, ശമൂവേൽ ബാലൻ എന്നുള്ളത്. ശമൂവേൽ ബാലൻ യഹോവയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ശമൂവേൽ ബാലൻ, വാസ്തവത്തിൽ ഈ ബാലൻ എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത് തീരെ ചെറിയ കുട്ടി എന്ന ആശയത്തിലല്ല. യഹൂദ ചരിത്രകാരനായ ജോസിഫസ് പറയുന്നത് 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ശമൂവേൽ ബാലൻ എന്ന് പറയുന്നത് 12 വയസ്സുള്ള ശമൂവേലിനെ കുറിച്ചാണ്. അർത്ഥാൽ തിരിച്ചറിവിൻ്റെ പ്രായത്തിലാണ് അവൻ യഹോവയുടെ മുൻപാകെ നിൽക്കുന്നത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം കൃത്യമായും വ്യക്തമായും കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അപ്പോൾ ശമൂവേൽ ബാലൻ കേവലം നാം എപ്പോഴും പറയുന്നത് പോലെയും ചിന്തിക്കുന്നത് പോലെയും ഒന്നും അറിയാത്ത ബാലൻ അല്ലായിരുന്നു 3-ാം അധ്യായത്തിൽ. മറിച്ച് 12 വയസ്സുള്ള അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു പ്രായത്തിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയം ആരംഭിക്കുന്നത് തന്നെ. ശമൂവേൽ ബാലൻ്റെ 1-ാമത്തെ പ്രത്യേകത 1-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. എന്താണത്? നാം ഇങ്ങനെ വായിക്കുന്നു, ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. അർത്ഥാൽ അവൻ്റെ 1-ാമത്തെ പ്രത്യേകത യഹോവയെ ശുശ്രൂഷിക്കുന്നവനാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ശുശ്രൂഷിക്കുന്നത് എത്ര അനുഗ്രഹീതമാണ്. അവരെ ദൈവവും ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ശുശ്രൂഷിക്കുന്ന തലമുറകൾ ഉണ്ടാകട്ടെ, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ലോകത്തെ സേവിക്കുന്ന തലമുറകളേക്കാൾ കർത്താവ് മാനിക്കുന്നത് കർത്താവിനെ ശുശ്രൂഷിക്കുന്ന തലമുറകളാണ്. ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് കർത്താവ് വിളിച്ചില്ലെങ്കിലും ദൈവം കൊടുക്കുന്ന ഓരോ ജോലിയോടുകൂടെയും ആ ജോലിയിൽ നിന്നുകൊണ്ട് യഹോവയെ ശുശ്രൂഷിക്കുന്ന, ദൈവസഭകളെ ശുശ്രൂഷിക്കുന്ന, ദൈവജനത്തിന് അനുഗ്രഹമായി തീരുന്ന, ദൈവദാസന്മാർക്ക് ആശ്വാസമായി തീരുന്ന തലമുറകൾ നമുക്കുണ്ടാകണം. എന്നാൽ നാം ആഗ്രഹിക്കേണ്ടുന്ന വിഷയമുണ്ട്. ലോകത്തിലെ ഏത് ജോലിയേക്കാളും ഏറ്റവും ഉന്നതവും ശ്രേഷ്ഠവും തേജസ്സുള്ളതുമായ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കു വേണ്ടി പൂർണ്ണസമയം എൻ്റെ കുഞ്ഞ് വിളിക്കപ്പെടണമെന്ന ആഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം വിളിക്കാതെ അത് ചെയ്യണ്ട. അങ്ങനെയുള്ളവരെ ജോലിയോടുകൂടെ കർത്താവിൻ്റെ വേല ചെയ്യട്ടെ. എന്നാൽ ദൈവം വിളിക്കണമെന്നുള്ള ആഗ്രഹം നമുക്ക് നമ്മുടെ തലമുറകളെക്കുറിച്ചുണ്ടാകണം. അത് നമുക്ക് ഹന്നായുടെ ജീവിതത്തിൽ കാണുവാൻ കഴിഞ്ഞതാണല്ലോ. ഹന്ന തൻ്റെ മകനെക്കുറിച്ച് അവൻ്റെ ജനനത്തിന് മുൻപേ ആഗ്രഹിച്ചത് തനിക്കൊരു മകനുണ്ടായാൽ
ആദ്യജാതനായ അവനെ യഹോവയെ ശുശ്രൂഷിക്കുവാനായിട്ട് വിട്ടുകൊടുക്കും, ജീവപര്യന്തം നിവേദിക്കുമെന്നുള്ളതാണ്. തലമുറകളെ യഹോവയ്ക്കായി വേർതിരിക്കുമ്പോൾ അവർ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവരായിത്തീരും. ലോകത്തെ എത്ര ശുശ്രൂഷിച്ചാലും ഒടുവിൽ വരുമ്പോൾ ദൈവസന്നിധിയിൽ എന്താണ് നേട്ടമുണ്ടാകുക? അതിലേറെയോ എത്രയോ നല്ലതാണ് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ആയിരിക്കുക എന്ന് പറയുന്നത്. ഒരുപക്ഷെ ലോകത്തിൽ അത് വേണ്ടത്ര ഘനം ലഭിച്ചില്ല എന്ന് വന്നേക്കാം, ലോകം അതിനെ വലുതായി കാണുകയില്ല. എന്നാൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, സ്വർഗത്തിലെ കർത്താവിൻ്റെ ശുശ്രൂഷയേക്കാൾ ഏറ്റവും വലിയ ശുശ്രൂഷ മറ്റൊന്നില്ല. അതുകൊണ്ട് നമ്മുടെ തലമുറകളെ കർത്താവിനായി നൽകുവാൻ, അവർ യഹോവയെ ശുശ്രൂഷിക്കുന്നവരായി തീരുന്നത് കണ്ട് സന്തോഷിപ്പാൻ നമുക്ക് ആഗ്രഹമുണ്ടാകണം. അതിൻ്റെ തീരുമാനം ആത്യന്തികമായി രാജാതിരാജാവും കർത്താവുമായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇതാ ശമൂവേൽ യഹോവയെ ശുശ്രൂഷിക്കുന്നവനാ. ഇതിലും വലിയൊരു ഭാഗ്യം നമുക്ക് കാണാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ തലമുറകൾ യഹോവയെ ശുശ്രൂഷിക്കുവാൻ, അവരുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വേലയുടെ ഭാരം കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതാണ് നിത്യതയിലും മാനിക്കപ്പെടുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഒരു ജഡികനായ വിശ്വാസി കർത്താവിൻ്റെ വേലയെ, ദൈവ ശുശ്രൂഷയെ ലാഘവത്വത്തോടെ കാണുമ്പോൾ, ഉദാസീനതയോടെ കാണുമ്പോൾ, ദൈവകൃപയിൽ നിറയുന്ന, ദൈവത്തിന് കീഴ്പ്പെടുന്ന, വചനം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവാത്മാവിന് വിധേയപ്പെടുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ കണ്ണിൽ സ്വർഗത്തിൻ്റെ ഭാരം ഏറ്റവും വലുതായി കാണുകയും അവൾ തലമുറകൾ യഹോവയെ ശുശ്രൂഷിക്കുന്നവരായി കാണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരായി തീരും. എത്ര പേർക്ക് ഈ ഭാരം ഇന്ന് ഏറ്റെടുക്കുവാനായിട്ട് കഴിയും? കർത്താവേ, എനിക്കും എൻ്റെ തലമുറകൾക്കും അങ്ങയെ ശുശ്രൂഷിപ്പാനുള്ള മഹാഭാഗ്യം തരണമേ. ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഏത് ശുശ്രൂഷയും പൂർണ്ണമായ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ, സമർപ്പണത്തോടുകൂടെ ദൈവസന്നിധിയിൽ നിർവഹിപ്പാൻ ആവശ്യമായിരിക്കുന്ന കൃപ ഞങ്ങൾക്കേറെ തരണമേ എന്ന് പ്രാർത്ഥിപ്പാൻ നമുക്ക് ദൈവം കൃപ ചെയ്യട്ടെ. ഇവിടെ ഇതാ ശമൂവേലിൻ്റെ 1-ാമത്തെ പ്രത്യേകത ആവർത്തിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അവൻ യഹോവയെ ശുശ്രൂഷിക്കുന്നവനായിരുന്നു. ശമൂവേൽ ബാലൻ്റെ 1-ാമത്തെ പ്രത്യേകത എത്ര മനോഹരമാണ്! അത് സ്വർഗത്തിൻ്റെ ദൃഷ്ടിയിൽ എത്ര ശ്രേഷ്ഠമാണ്! അതെത്ര തേജസ്സുള്ളതാണ്! നമുക്ക് കർത്താവിനായി ശുശ്രൂഷ ചെയ്യുന്ന തലമുറകളെ നൽകുവാൻ പ്രാർത്ഥിക്കാം. വല്ലാത്ത ദുർഘടമായ ലോകത്തിൽ അധിക കാലഘട്ടങ്ങൾ നമ്മുടെ മുൻപിലില്ല. ദൈവം തരുന്ന ഓരോ ശുശ്രൂഷകളും പരമാർത്ഥതയോടെ, ജഡിക സ്വഭാവങ്ങളിൽ നിന്ന് വിട്ടവരായി, താഴ്മയോടെ, വിനയത്തോടെ, ശുദ്ധിയോടെ ചെയ്യുവാൻ കർത്താവിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അങ്ങേ ധാരാളമായി സഹായിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.